ഹലോ ഗൈസ്, ഞാൻ ഇന്നെന്താണ് ഒരു പുതിയ സംഭവം കുറേ ദിവസമായി ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനം കുക്ക് ചെയ്യാണ്. അതെന്താണെന്നറിയോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കൊന്നും ഇതെന്താണെന്ന് മനസ്സിലാവില്ല. കാരണം ഇത് ഞാനേ ഒരു വീഡിയോ കണ്ടപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ ആസിഫലി അങ്കമാലിയിലെ മാങ്ങാക്കറിനെ പറ്റി പറയണ കേട്ടു. അപ്പം എനിക്ക് അന്ന് മുതലുള്ള ഇതായിരുന്നു, എനിക്കും ആ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാമെന്ന് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോഴത്തേക്ക് ഏകദേശം അടുപ്പത്ത് കയറ്റി പപ്പായും മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങ നമ്മൾ നാട്ടിൽ നിന്ന് ശരിക്കും നമ്മുടെ അവിടുത്തെ തന്നെ മാവിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് നല്ല മാങ്ങയാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാനത് കാരണം വീട്ടിലെ നല്ല മാങ്ങ മമ്മിയൊക്കെ കൊണ്ടുവന്നു. അപ്പം ഈ സാധനം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണെന്ന് കറക്റ്റാக അറിയാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അവർ പറഞ്ഞ പോലെ ഒരേ ദിശയിലേക്ക് തന്നെ ഇത് ഇളക്കണം, ഇത് തിളച്ചിട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ്. ഇത് കുറേ നേരമായി കൈ മടുത്തു എന്നല്ലാതെ തിളക്കണില്ല ഗായ്സ്. അങ്ങനെ കുറേ നേരത്തെ എൻ്റെ കാത്തിരിപ്പിനും ഇളക്കിന് ശേഷം നമ്മുടെ മാങ്ങാക്കറി തിളച്ചു. കുറേ നേരമായി ഞാനിതിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഈ ഇളക്ക് നിർത്തരുത്, ഒരേ ദിശയിലേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അങ്ങനെ തിളച്ചു. ഇനി തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുക. അതും തിളച്ച് ആകുമ്പോഴത്തെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുക്കായോ എന്ന് നോക്കുക. അത് ഇനി കടുക് പൊട്ടിക്കുക. അത്രയാണ് നമ്മുടെ പണി. കണ്ടറിയാം എങ്ങനെയാണ് ഗായ്സ്. നമ്മുടെ അങ്ങനെ അങ്കമാലി മാങ്ങാക്കറി റെഡിയായിരിക്കുകയാണ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേ ഗായ്സ്, അങ്ങനെ നമ്മൾ ചോറ് വെച്ചു. എൻ്റെ അസിസ്റ്റൻ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ സെറ്റായിട്ട് അടിപൊളിയാണ്. പക്ഷെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ കറിയായിരുന്നു പറഞ്ഞിട്ട് ഇച്ചിരി കൂടി കുഴഞ്ഞിരിക്കണം. അമ്മി എന്നെ പുകഴ്ത്താൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇച്ചിരി കൂടി ഭയങ്കര അതാ പറഞ്ഞേ. മമ്മി എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മമ്മി അടിപൊളി പറഞ്ഞ, പക്ഷെ ഒരു ഇച്ചിരി കൂടി തിക്കാവണ്ടേ, ഇച്ചിരി വെള്ളം കൂടിപ്പോയി അതേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ്.